السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ലോകത്ത് അധികവും കാണാൻ സാധിക്കുന്നു, മനുഷ്യൻ ഭൗതികതയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനു വേണ്ടി ഒരു വെപ്രാളം തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഓട്ടം ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹുവിനും ദീനിനും ഒരു രണ്ടാം സ്ഥാനമാണ് നൽകുന്നത്. എന്നല്ല, അത്തരത്തിലുള്ള ഭൗതികരായ ചിലരുണ്ട്. അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരാണ്. ദീനിനെ അവർ നഊദുബില്ലാ ഒരു നിരർത്ഥക കാര്യമായി മനസ്സിലാക്കുന്നു. എന്നാൽ അത്തരം സമയത്ത് അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. അവർ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന ദീനിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സത്യമതത്തെയും ദീനിനെയും തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. സത്യദീനിനെ അന്വേഷിച്ചുകൊണ്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദുആയും ചെയ്യുന്നു, അസ്വസ്ഥപ്പെടുന്നു. നിശ്ചയമായും ഒരു വേദനയോടുകൂടി നല്ല ദാസന്മാർ ഈ ഒരു പരിശ്രമത്തിലാണ് എങ്കിൽ അള്ളാഹും അവർക്ക് മാർഗദർശനം നൽകുന്നു. അവർക്ക് നേരായ മാർഗം കാണിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ അവരുടെ സമാധാനത്തിനും യഥാർത്ഥ ദീനിനെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നു. അവരുടെ ഈമാനിലും യഖീനിലും വർധനവുണ്ടാക്കുന്നു. ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനും അവന്റെ ദീനിനെ മനസ്സിലാക്കുന്നതിനും വേണ്ടി അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ മസീഹെ മഊദിന്റെയും മഹ്ദിയെ മഊദിന്റെയും സ്ഥാനം നൽകി അയക്കുകയുണ്ടായി. ലോകത്തോട് പറഞ്ഞു,
നിങ്ങളുടെ യഥാർത്ഥത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ വേവലാതിക്കും സമാധാനത്തിനുമുള്ള സംവിധാനം ഒരുക്കുന്നതിനായി മസീഹെ മഊദിന്റെ ബൈഅത്തിൽ പ്രവേശിക്കുക. അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ മാർഗങ്ങൾ കരസ്ഥമാക്കുന്നവരായി തീരുക. തങ്ങളുടെ ഇബാദത്തിന്റെ യാഥാർത്ഥ്യം കരസ്ഥമാക്കുന്നവരായി തീരുക. തങ്ങളുടെ ദുആയുടെ സ്വീകാര്യതയുടെ ദൃശ്യം കാണുക. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു വിവിധങ്ങളായ രീതിയിൽ വ്യാകുലപ്പെടുന്ന ആളുകളെ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. അവരുടെ ഈമാനിൽ വർധനവ് ഉണ്ടാക്കുന്നു. അഹ്മദിയ ജമാഅത്തിന്റെ ഭൂതകാലവും വർത്തമാനകാലവും അത്തരം സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞതാണ്. എല്ലാ ദിവസവും ലോകത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, നഗരത്തിൽ, രാജ്യത്ത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവലം നേർമാർഗം പ്രാപിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവരുടെ ഈമാനിൽ വർധനവിന് കാരണമാകുന്നുവെന്ന് മാത്രമല്ല, അവരിൽ ദൃഢചിത്തതയുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, മറിച്ച് പഴയ അഹ്മദികളുടെയും ജന്മന അഹ്മദികളുടെയും ഈമാനെയും നവീകരിക്കുന്നു. അവരുടെ ഈമാനിൽ വർധനവിന് കാരണമായിത്തീരുന്നു. ഇപ്പോൾ ഞാൻ ഏതാനും ചിലരുടെ അത്തരം സംഭവങ്ങളും അനുഭവങ്ങളും വിവരിക്കുന്നതാണ്. എങ്ങനെയാണ് അള്ളാഹു കേവലം തന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ആളുകളുടെ നേർമാർഗത്തിനുള്ള സംവിധാനം ഒരുക്കുന്നത്. അമീർ സാഹിബ് ഗാംബിയ ഒരു സംഭവം വിവരിക്കുന്നു. നിയാമീന ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമത്തിലെ വനിത സിസ്റ്റർ കാനിഫാട്ടി. അവരുടെ പ്രായം 65 വയസ്സാണ്. കഴിഞ്ഞ 10 വർഷമായി അവർ കാലുകളിലുള്ള ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്തു നിന്നും അവർക്ക് യഥാർത്ഥത്തിലുള്ള ചികിത്സ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഈ പ്രയാസം കാരണം അവർക്ക് നടക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ചികിത്സയ്ക്ക് വേണ്ടി അവർ തന്റെ ഗ്രാമത്തിൽ നിന്ന് ദൂരെ വൻസങ് എന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ അവിചാരിതമായി അവർക്ക് MTA-യിൽ എന്റെ ഖുതുബ കേൾക്കാനുള്ള അവസരം ലഭിച്ചു. അവർ തന്റെ ഗ്രാമത്തിൽ തിരിച്ചു വന്നപ്പോൾ സ്വപ്നത്തിൽ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ടിവിയിൽ ആരെയാണോ കണ്ടത് അദ്ദേഹത്തിന്റെ പിന്നിൽ ചരിക്കുക. കാരണം അദ്ദേഹം ശരിയായതും മോക്ഷത്തിനുള്ള മാർഗവുമാണ് നിനക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ അവർ ഈ സ്വപ്നത്തിനു ശേഷം ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യേണ്ട താമസം അമീർ സാഹിബ് എഴുതുന്നു. അവർ സ്വയം വിവരിക്കുകയുണ്ടായി, അവരുടെ കാലിലെ പ്രയാസം സ്വമേധയാ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ആ വനിതയുടെ അതുകാരണം അവരുടെ ഈമാനിലും വർധനവുണ്ടായി. ഇപ്പോൾ അവർ മുഴുവൻ ഗ്രാമത്തിലും തബ്ലീഗ് ചെയ്യുന്നു. ആളുകളോട് പറയുന്നു എപ്രകാരമാണ് അവരുടെ പ്രയാസം അഹ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചതിനു ശേഷം അതിന്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായി തീർന്നത്. അള്ളാഹുവും ആരെയാണോ അവരുടെ നന്മ കൊണ്ട് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നന്മ അവൻ ഇഷ്ടപ്പെടുന്നത്, അയാൾക്ക് വേണ്ടി വിസ്മയകരമായ മാർഗങ്ങളിലൂടെ മാർഗദർശനം നൽകുന്നു. ഭൗതികനായ ഒരാൾ ഒരുപക്ഷെ പറയും, ഇത് ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ജാഹിലായ എഴുത്തും വായനയും അറിയാത്ത സ്ത്രീയാണ്. ഇത് അവരുടെ ഹൃദയത്തിലെ ഒരു തോന്നലായിരിക്കാം. എന്നാൽ ആർക്കാണോ അള്ളാഹു ഈമാന്റെ ധനം നൽകിക്കൊണ്ട് പിന്നീട് അതിൽ സ്ഥിരചിത്തത നൽകുന്നത്,
അവർ അത്തരത്തിലുള്ള ഭൗതികരെ ജാഹിലീങ്ങളായി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ബുർക്കിന ഫാസോ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യം ആണ്. മരുഭൂമിക്ക് അടുത്താണ്, സഹാറ മരുഭൂമിക്ക്. എന്നല്ല, അതിന്റെ കുറച്ചു ഭാഗവും അതിൽ ഉൾപ്പെടും. ഈ വിദൂര രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു എപ്രകാരമാണ് സന്മാർഗം നൽകിയത് എന്ന് നോക്കുക. ഈ രാജ്യം മാത്രമല്ല വിദൂരത്തിലുള്ളത്, മറിച്ച് ആ രാജ്യത്തും ഒരു ചെറിയ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് മുബല്ലിഗ് ഇൻചാർജ് എഴുതി. ലിയോ റീജണിലെ ഒരു ജമാഅത്തിലെ സഹോദരൻ സുവാദോ സാഹിബ് ജർമ്മനി ജൽസ സാലാനയ്ക്ക് ശേഷം അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം സ്ഥിരമായി അഹമ്മദിയ ജമാഅത്തിന്റെ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. അഥവാ ജമാഅത്തിലെ ഏതെങ്കിലും ഒരു സംഘം തബ്ലീഗ് ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ഗ്രാമത്തിൽ എത്തിയാൽ ഗ്രാമത്തിലെ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ പറയുന്നു, ഞാൻ അവരെ വളരെയധികം പരിഗണിക്കുമായിരുന്നു. തബ്ലീഗിനുള്ള സംവിധാനവും ഒരുക്കി നൽകും. അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല, എന്നാൽ അഹമ്മദികളോട് വളരെയധികം സഹാനുഭൂതി ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തിനു ശേഷം മൗലവിമാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായി. അദ്ദേഹം പറയുന്നു, ആ മൗലവിമാർ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അഹമ്മദിയ റേഡിയോ ഒരിക്കലും കേൾക്കരുത്, അഹമ്മദികളുമായി ഒരു ബന്ധവും വെക്കരുത്, കാരണം അവർ നിങ്ങളുടെ ഇസ്ലാമിനെ മോശമാക്കി കളയും. പറയുന്നു, മൗലവിമാർ പറഞ്ഞത് കാരണം ഞാൻ അഹമ്മദികളുമായി ബന്ധം വെക്കുന്നത് നിർത്തിവെച്ചു, അഹമ്മദിയ റേഡിയോ കേൾക്കുന്നതും ഉപേക്ഷിച്ചു. കുറച്ചു കാലത്തിനു ശേഷം അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു യാത്രയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നമസ്കരിക്കുന്നതിനു വേണ്ടി ഒരു പള്ളിയിൽ തങ്ങി. ഒരു ചെറിയ ഗ്രാമമായിരുന്നു, അവിടെ ഒരു പള്ളിയും ഉണ്ടായിരുന്നു. നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വേഗം വേഗം വുളു എടുക്കാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റൊരാൾ പള്ളിയിൽ പ്രവേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് അഹമ്മദികളുടെ ഗ്രാമമാണ്, പള്ളിയും അഹമ്മദികളുടേതാണ്. പറയുന്നു, ഇത് കേട്ട ഉടനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാനിത് എവിടെ വന്നാണ് അകപ്പെട്ടത്. ഞാൻ കുറെ കാലമായി ഇവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് മെല്ലെ മെല്ലെ വുളു എടുക്കാൻ തുടങ്ങി, നമസ്കാരം തീരാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അവിടെ വെച്ച് നമസ്കരിക്കേണ്ടതായി വന്നു. അള്ളാഹുവിന് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നന്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിർബന്ധിതാവസ്ഥയിൽ അദ്ദേഹത്തിന് നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കേണ്ടതായി വന്നു. ഏതായിരുന്നാലും പറയുന്നു, അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. ഞാൻ ആ ജനക്കൂട്ടത്തിൽ ആളുകളെ വകഞ്ഞുമാറ്റുകയാണ്. അങ്ങനെ ആളുകളെ വകഞ്ഞുമാറ്റി ഞാൻ മുന്നിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനു ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരാളോട് ചോദിക്കുന്നു, ഈ വ്യക്തി ആരാണ്? ഇദ്ദേഹത്തിനു ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നു, ഇദ്ദേഹം ആരാണ്? അതിന് ആ വ്യക്തി മറുപടി നൽകുന്നു, ഇത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് താങ്കൾ കേൾക്കേണ്ടത്, എന്നാൽ മൗലവിമാർ താങ്കളെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പറയുന്നു, ആ സമയത്ത് എന്റെ കണ്ണു തുറന്നു. ആ സ്വപ്നം എന്നെ ഇത്രമധികം സ്വാധീനിച്ചു. ഞാൻ അഹമ്മദികളുമായി ബന്ധം പുനഃസ്ഥാപിച്ചു. പിന്നീട് ഞാൻ ഒരു ദിവസം മിഷൻ ഹൌസിൽ ഫോൺ ചെയ്തു. മുറബി സാഹിബിനോട് പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുറബി സാഹിബ് പറഞ്ഞു, ഇന്ന ദിവസം താങ്കൾ മിഷൻ ഹൌസിൽ വരിക. പറയുന്നു, ഞാൻ ആ നിശ്ചയിക്കപ്പെട്ട ദിവസം മിഷൻ ഹൌസിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ടിവിയിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും മുന്നോട്ട് വന്ന് ടിവി കണ്ടപ്പോൾ ആ ദൃശ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ടിവിയിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ദൃശ്യം തന്നെയായിരുന്നു.
ഞാൻ ചോദിച്ചപ്പോൾ മുറബി സാഹിബ് പറഞ്ഞു, ഇത് ജൽസ സാലാനയുടെ സമാപന സമ്മേളനം ആണ്. നമ്മുടെ ഖലീഫ അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുറബി സാഹിബിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ എന്റെ ബൈഅത്ത് വാങ്ങിക്കുക. പറയുന്നു, അള്ളാഹു ആണ് സത്യം. ഇതേ ദൃശ്യവും ഇതേ വ്യക്തിയെയുമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഇപ്പോൾ തന്റെ കുടുംബത്തോടൊപ്പം അഹമ്മദിയായി തീർന്നിരിക്കുന്നു. ഗ്രാമത്തിലെ കൂടുതൽ വ്യക്തികളെയും തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊരാളാണോ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അനുഭവത്തിലൂടെ കടന്നുപോകുന്നത്, അള്ളാഹുവിന്റെ മാർഗദർശനം അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും അദ്ദേഹം തന്റെ ഈമാനിൽ ദൃഢത കൈവരിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് ഒരുപാട് ആളുകൾ കത്തുകൾ എഴുതുന്നു, ഞങ്ങൾ എപ്രകാരം അള്ളാഹുവിൽ നിന്ന് തൃപ്തി കരസ്ഥമാക്കി, അടയാളം കണ്ടുകൊണ്ട് ബൈഅത്ത് ചെയ്തുവോ, അഹമ്മദിയത്ത് സ്വീകരിച്ചുവോ, ഞങ്ങളുടെ ഈമാനെ ഒരാൾക്കും ഇളക്കാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് കൂടുതലായി മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല. ചില ആളുകൾ എതിർപ്പിൽ ഇത്രമാത്രം രൂക്ഷത കൈവരിക്കുന്നു, ബുദ്ധിയുള്ള കാര്യം കേൾക്കാൻ പോലും അവർ തയ്യാറാവുകയില്ല. എന്നാൽ അത്തരത്തിലും ചിലരുണ്ട്. അവർ അഹങ്കാരത്തിൽ മുൻകടന്നവരല്ല. അവരിൽ ഒരു പരിധിവരെ മനുഷ്യത്വമുണ്ട് എന്നല്ല ഇങ്ങനെ പറയണം, വളരെയധികം മനുഷ്യത്വമുണ്ട്. അത്തരം ആളുകൾ ആരിലാണോ അഹങ്കാരം ഇല്ലാതിരിക്കുകയും മനുഷ്യത്വം ഉള്ളവരും, അവർക്ക് അള്ളാഹു പിന്നീട് മാർഗദർശനവും നൽകുന്നു. അഥവാ അവർ ഈ മാർഗദർശനത്തിൽ നിന്ന് പ്രയോജനമെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറുന്നു. അത്തരത്തിലുള്ള ഒരു സംഭവം സിറിയയിലെ ഒരാൾക്കുണ്ടായി. മുമ്പ് അദ്ദേഹം എതിർപ്പിൽ മുൻപന്തിയിലായിരുന്നു. പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് മാർഗദർശനം തേടണം എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായപ്പോൾ, എന്നല്ല ചിന്ത ഉണ്ടാക്കിയെടുത്തപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മാർഗദർശനവും ലഭിച്ചു. സിറിയയിലെ അഹമ്മദ് സാഹിബ് എന്ന വ്യക്തി പറയുന്നു, അഹമ്മദികളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അവരുടെ കൂടെ നടപ്പും ഇരിപ്പും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് കാണാറുണ്ടായിരുന്നു. അവർ എന്റെ വീട്ടിലും വരാറുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ടും വഫാത്തെ മസീഹിന്റെ വിഷയത്തിൽ വന്ന് ഞാൻ ഉടക്കി നിൽക്കുമായിരുന്നു. അതിനുള്ള കാരണം ഇതാണ്. ഞാൻ ഒരു ദീർഘകാലമായി മസീഹിനെ ആകാശത്ത് നിന്ന് കാത്തിരിക്കുകയായിരുന്നു. മസീഹിന്റെ സൈന്യത്തിൽ ചേർന്ന് ബൈത്തുൽ മഖ്ദസ് സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടിയുള്ള ദീർഘകാല ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. വഫാത്തെ മസീഹിന്റെ വിഷയം കേട്ട് എന്റെ ഭാവനയിലുള്ള ജിഹാദിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായി. മസീഹ് ആകാശത്തിൽ നിന്നിറങ്ങുകയില്ല എങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് ജിഹാദ് ചെയ്യാൻ സാധിക്കുക? പറയുന്നു, ഒരു ദിവസം എന്റെ വീട്ടിൽ ചില അഹമ്മദി സഹോദരങ്ങൾ ഇരിക്കുകയായിരുന്നു. അതിൽ മുഅ്തസിൽ കസക് സാഹിബും ഉണ്ടായിരുന്നു. ഇതിനിടക്ക് വഫാത്തെ മസീഹിന്റെ വിഷയത്തെക്കുറിച്ച് സംസാരം തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ അഹമ്മദികളോട് അള്ളാഹുവിനെ മുൻനിർത്തി പറയുകയാണ്, ഇന്നേക്ക് ശേഷം വഫാത്തെ മസീഹിന്റെ വിഷയത്തിൽ എന്നോടോ എന്റെ വീട്ടിൽ വെച്ചോ സംസാരിക്കരുത്. അപ്പോൾ കസക് സാഹിബ് പറഞ്ഞു, എനിക്കും താങ്കളോടൊരു അപേക്ഷയുണ്ട്. താങ്കൾ ഇതിനെക്കുറിച്ച് അള്ളാഹുവിനോട് മാർഗദർശനത്തിനു വേണ്ടി ദുആ ചെയ്യുക. പറയുന്നു, അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് വൈകുന്നേരം മുതൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സുജൂദുകളിൽ കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഏതോ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ചൊരു ചതുപ്പ് പോലുള്ള ഭൂമിയുടെ കഷ്ണം വരുന്നു. അതിൽ ചുവടുവെച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ഇത് എന്നെ ഏതോ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ്. ഈ പ്രയാസത്തിന്റെ അവസരത്തിൽ ഒരാൾ എന്റെ തോളിൽ പിടിച്ച് എന്നെ ഉയർത്തുന്നു.
എന്നിട്ട് പറയുന്നു, അബു ഹസൻ, ഇത് അഹമ്മദ് സാഹിബിന്റെ അപരനാമമാണ്. ഇനി ഒരിക്കലും ഈ സ്ഥലത്ത് നീ വരരുത്. ദൃഢമായും വിശ്വസിച്ചു കൊള്ളുക, ഈസ അലൈഹിസ്സലാം മരിച്ചുപോയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഇനി നീ നിന്റെ മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കും. പറയുന്നു, ഞാൻ ഉണർന്നപ്പോൾ തന്റെ അഹമ്മദി സഹോദരനോട് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് മുഅ്തസിൽ കസക് സാഹിബിന്റെ അടുത്തു പോകണം. ഞങ്ങൾ രണ്ടുപേരും മുഅ്തസിൽ സാഹിബിന്റെ വീട്ടിൽ എത്തിയപ്പോൾ വീട്ടിൽ പ്രവേശിച്ച ഉടനെ തന്നെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഞാൻ അത്ഭുത പരതന്ത്രനായി തീർന്നു. ചോദിച്ചു, ഇതാരുടെ ഫോട്ടോയാണ്? അദ്ദേഹം പറഞ്ഞു, ഇത് ഹസ്രത്ത് മസീഹെ മഊദ് ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ ഫോട്ടോയാണ്. ഇത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം മുറിയുടെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോ ആ വ്യക്തിയുടേതാണ്, ആരാണോ എന്നെ സ്വപ്നത്തിൽ നിന്ന് തോളിൽ പിടിച്ചു വഴുവഴുപ്പുള്ള മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് രക്ഷപ്പെടുത്തിയത്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു വിവിധ മാർഗങ്ങളിലൂടെ ദീനിനെ മനസ്സിലാക്കുന്നതിനും സത്യം പ്രാപിക്കുന്നതിനും വേണ്ടി മാർഗം തുറന്നു നൽകുന്നു. ചിലപ്പോൾ സ്വപ്നത്തിലൂടെ, ചിലപ്പോൾ തബ്ലീഗിലൂടെ, ചിലപ്പോൾ ചിലർക്ക് അഹമ്മദിയ ജമാഅത്തിലൂടെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കുറിച്ചുള്ള ഏതെങ്കിലും ഗ്രന്ഥമോ ലിറ്ററേച്ചറോ ലഭിക്കുമ്പോൾ അത് വായിച്ചുകൊണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും അഹമ്മദികളുടെ സ്വഭാവം കണ്ടുകൊണ്ട് സ്വാധീനിക്കപ്പെട്ട് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ ഉണ്ട് MTA മുഖേനയും യഥാർത്ഥ ഇസ്ലാമിന്റെ അറിവ് കരസ്ഥമാക്കി അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നു. ബെനിനിലെ മുബല്ലിഗ് സിൽസില എഴുതുന്നു, ഒരു പ്രദേശത്തിലെ ചീഫ്, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്തു. അങ്ങനെ അദ്ദേഹം അഹമ്മദിയായി. യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഏതൊരു ഹൃദയമായിരുന്നോ ഷിർക്കിന്റെ കേന്ദ്രമായിരുന്നത്, അത് ഏകനായ ദൈവത്തിന്റെ മുമ്പിൽ കുനിയുന്നതായി മാറി. എന്നു മാത്രമല്ല, അദ്ദേഹം ആ പ്രദേശത്തെ മുസ്ലിങ്ങൾക്കും യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നൽകുന്നവരിൽ ഉൾപ്പെട്ടവനായി മാറി. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഒരു പള്ളിയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ ആ അവസരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അതിന്റെ കുറച്ചു ഭാഗം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വിവരിക്കാം. അദ്ദേഹം പറയുന്നു, ആ ചീഫ് ബഹുദൈവ വിശ്വാസിയായിരുന്നു, പിന്നീട് മുസൽമാനായി മാറി. പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല അനഹമ്മദികൾ അഹമ്മദിയ ജമാഅത്തിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്. ഇന്ന് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്തിന്റെ കോണുകളോളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നു, ഞാൻ ഒരു വർഷം മുമ്പ് വരെ മുശ്രിക്കായിരുന്നു, മുശ്രിക്കീങ്ങളുടെ രാജാവായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ മുബല്ലിഗ് എന്റെ ചിന്തയെ മാറ്റിമറിച്ചു. ഇസ്ലാമിന്റെ ശരിയായ മുഖം എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ ഇസ്ലാമിൽ പ്രവേശിച്ചു. അഥവാ അഹമ്മദിയ ജമാഅത്ത് ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് എന്ത് പ്രയാസമാണുള്ളത്? പറയുന്നു, ഈ പള്ളി മുഴുവൻ ആളുകൾക്കു വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി ഒരു ക്രിസ്ത്യാനി പോലും ഈ പള്ളിയിൽ വരികയാണെങ്കിൽ അയാളെ തടയുകയില്ല. നിങ്ങൾ എതിർപ്പ് ഉപേക്ഷിക്കുക, അകത്തു വന്നു നോക്കുക. ഇവിടെ കേവലം സ്നേഹം, സമാധാനം, സാഹോദര്യം എന്നിവയുടെ പാഠം മാത്രമേ ലഭിക്കുകയുള്ളൂ. അഹമ്മദിയ ജമാഅത്ത് കേവലം ലോകത്തിന്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാനിവിടെ പള്ളിയോടൊപ്പം ഒരു വീടുണ്ടാക്കുകയും വരുന്ന ഓരോരുത്തരോടും അഹമ്മദിയ ജമാഅത്ത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുകയും ചെയ്യണം എന്നാണ്. ഒരു ഭാഗത്ത് നേതാക്കന്മാരായ പണ്ഡിതന്മാരാണ്. അവർ ഇസ്ലാമിന്റെ പേരിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അഹങ്കാരം തലക്ക് പിടിച്ചവരാണ്. തങ്ങളുടെ താൻ പോരിമ കൊണ്ട് മുസ്ലിങ്ങളെ കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അള്ളാഹുവിന് ഒരു മുശ്രിക്കിന്റെ ഏതോ നന്മ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അനുഗ്രഹം ചൊരിയുന്നു, അദ്ദേഹത്തെ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കുന്നവനും ഫിത്നയിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വേണ്ടി അധ്യാപനങ്ങൾ നൽകുന്നതിനായി എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു.
ഇതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനം. മനുഷ്യൻ വിനീതനാണ് എങ്കിൽ ഏതുവിധത്തിലാണ് അവൻ അനുഗ്രഹം ചൊരിയുന്നത്. എന്നാൽ അഥവാ അഹങ്കാരത്തിൽ മുൻപന്തിയിലാണ് എങ്കിൽ അയാൾ ലക്ഷക്കണക്കിന് നമസ്കരിക്കുന്ന ആളാണെങ്കിലും ദുആ ചെയ്യുന്ന ആളാണെങ്കിലും തന്നെ നല്ലവനായി മനസ്സിലാക്കുന്നുവെങ്കിലും ഹാജിയാണെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിദായത്ത് ലഭിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ ആളുകൾ പ്രവേശിക്കുമ്പോൾ, യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വാദ് രുചിക്കുമ്പോൾ അവരുടെ അവസ്ഥകളിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാകുന്നത്? അള്ളാഹു ഏതുവിധത്തിലാണ് അവർക്ക് മാർഗദർശനം നൽകുന്നത്? ത്യാഗത്തിൽ അവർ ഏതുവിധത്തിലാണ് മുന്നേറുന്നത്? ഇതിനെക്കുറിച്ച് ഒരു സംഭവം വിവരിച്ചുകൊണ്ട് നമ്മുടെ ഒരു മുബല്ലിഗ് എഴുതുന്നു, ക്യാമറൂണിലെ പര്യടനത്തിനിടയ്ക്ക് ഒരു റിട്ടയേർഡ് സൈനികൻ ബൈഅത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. ആ സൈനികന്റെ ബന്ധം ഡേമോൺ ഗോത്രവുമായിട്ടാണ്. അവിടുത്തെ സുൽത്താൻ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അതിന് 2 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം UK ജൽസ സലാനയിൽ പങ്കെടുത്തിരുന്നു. അവിടുത്തെ സുൽത്താൻ പറയുന്നു, ഇപ്രാവശ്യം ക്യാമറൂണിലെ പര്യടനം നടത്തിയപ്പോൾ ഇദ്ദേഹവുമായി 2ാമത് മുലാഖാത്ത് നടന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിക്ക് വേണ്ടി ഒരു പ്ലോട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. പറയുന്നു, ഞാനും സദർ ജമാഅത്തും പ്ലോട്ട് നോക്കാനായി പോയി. അപ്പോൾ കണ്ടു അദ്ദേഹം ആ പ്ലോട്ടിൽ ഒരു ബേസ്മെന്റ് മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബേസ്മെന്റിന്റെ മുകളിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അത് തുടങ്ങിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം സ്വപ്നത്തിൽ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്റെ വീടുണ്ടാക്കരുത്, മറിച്ച് പള്ളി ഉണ്ടാക്കുക. പറയുന്നു, അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ തുടങ്ങിയ ഈ പ്ലോട്ടും ബിൽഡിംഗും അത് ജമാഅത്തിന് നൽകണം. ജമാഅത്ത് ഈ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുന്നതിനു വേണ്ടി. ഇത് വലിയ ഒരു പ്ലോട്ടാണ്. ഏകദേശം 1000 സ്ക്വയർ മീറ്റർ ഉണ്ട്. ആ പ്ലോട്ടിന്റെ പേപ്പറുകളും അദ്ദേഹം ജമാഅത്തിന്റെ പേരിലാക്കി ഇൻഷാ അല്ലാഹ് അവിടെ പള്ളിയും നിർമ്മിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു സംഭവം കേൾപ്പിക്കാം. എപ്രകാരമാണ് ഇസ്ലാമിനെ കുറിച്ച് വേദനയുള്ളവർ ഒരു വിദൂര പ്രദേശത്ത് താമസിക്കുന്ന ആളുടെ ദുആയെ അല്ലാഹു കേട്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ഒരു അഹ്മദി മുബല്ലിഗിനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയച്ചു. ആ സംഭവം വിവരിച്ചുകൊണ്ട് ഐവറി കോസ്റ്റിലെ ഒരു മുഅല്ലിം അദ്ദേഹം എഴുതുന്നു, ഐവറി കോസ്റ്റിൽ അബ്ജു റീജണിലെ ഒരു വിദൂര ഗ്രാമത്തിൽ യാമൂക്കുറുവിൽ നിന്ന് സയ്യിദു സാഹിബ് വിവരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ പിതാമഹൻ മുഖേനയാണ് വന്നത്. എന്നാൽ മെല്ലെ മെല്ലെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് വിദൂരപ്പെട്ടു. ഏതുവരെ എന്നാൽ ഇസ്ലാം പേരിന് മാത്രമായി അവശേഷിച്ചു. ഇതുപോലെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണോ? പറയുന്നു ഈ സയ്യിദു സാഹിബ് പറയുന്നു, ഞാൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹു ഗ്രാമത്തിലെ ആളുകൾ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിത്തീരുന്നതിനു വേണ്ടി എന്തെങ്കിലും സംവിധാനം ഒരുക്കുമാറാകട്ടെ. 2016 അനുഗ്രഹീത റമദാന്റെ തുടക്കത്തിൽ ഈ ദുആ ചെയ്ത് പറയുന്നു, എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. വളരെ വേദനയോടുകൂടി ദുആ ചെയ്തു. അതിന് 1-2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ മുബല്ലിഗ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അതിനെ ജമാഅത്തിനെ പരിചയപ്പെടുത്തി. പറയുന്നു, ഈ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈമാനിക വർധനവിന് കാരണമായിരുന്നു. ഞങ്ങളുടെ വളരെ വിദൂരത്തിലുള്ള ഗ്രാമത്തിൽ പോലും ഒരു ദായി ഇലല്ലാഹ് ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന്റെ സന്ദേശവുമായി വന്നിരിക്കുന്നു. മുബല്ലിഗ് സിൽസിലയുടെ പര്യടനത്തിനിടക്ക് ഗ്രാമത്തിലെ 55 സഹോദരങ്ങൾ ബൈഅത്ത് ചെയ്തു, അഹമ്മദിയത്തിൽ ചേർന്നു. അങ്ങനെ അഹമ്മദിയ ജമാഅത്ത് മുഖേന ഈ സയ്യിദു സാഹിബ് പറയുകയാണ്, അഹമ്മദിയ ജമാഅത്ത് മുഖേന ഇന്ന് ഞങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അല്പം ചിന്തിക്കുക, ഒരു ഭാഗത്ത് പുരോഗമന രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകൾ
അവർ ദീനിനെ മറന്നുകൊണ്ട് ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി അസ്വസ്ഥപ്പെടുകയാണ്. മറുഭാഗത്ത് വിദൂര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ആഫ്രിക്കയിലെ പ്രദേശത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗ്രാമത്തിലേക്ക് ഉറച്ച റോഡ് പോലും ഉണ്ടായിരിക്കുകയില്ല. ലോകത്തിലെ സുഖസൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ ഒരു വ്യാകുലതയാണ് ഹൃദയത്തിലുള്ളത്. അള്ളാഹുവിനോട് വേദനയോടുകൂടി ദുആ ചെയ്യുന്നു. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആരെയെങ്കിലും വീണ്ടും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി അയച്ചു തന്നാലും, അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാളെ അയച്ചു തന്നാലും, പിന്നീട് അള്ളാഹുവിന്റെ വിധി പ്രകാരം മുഹമ്മദി മസീഹിന്റെ ഒരു ദാസൻ ആ പ്രദേശത്ത് എത്തിച്ചേരുന്നു. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇന്ന് ലോകത്തിന് യഥാർത്ഥ ഇസ്ലാം ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിച്ചവർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങയിലൂടെ ആരാണോ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, നമ്മളിൽ ഓരോരുത്തരുടെയും ജോലിയാണിത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുകയും എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിനു വേണ്ടി ദുആയും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വേദനയോടുകൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പേരിനു വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, ചില സംഘടനകളുണ്ട്. അവരെല്ലാം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തബ്ലീഗ് ജമാഅത്തുണ്ട്. എന്നാൽ ഏകദേശം എല്ലാവരും തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. എതിർപ്പിൽ പരസ്പരം എല്ലായ്പ്പോഴും കുഫ്രിന്റെ ഫത്വകൾ നൽകാൻ തയ്യാറാണ്. ഇവർ ഇസ്ലാമിന് എന്ത് സേവനം ചെയ്യാനാണ്? ഈ പ്രവൃത്തി ഇന്ന് മുഹമ്മദി മസീഹിന്റെ ദാസന്മാരുടേതാണ്. ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ ജോലി. അള്ളാഹു സ്വയം എളുപ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് സ്വപ്നത്തിലൂടെ മാർഗദർശനം നൽകുന്നു, ചിലർക്ക് മറ്റു മാർഗങ്ങളിലൂടെ മാർഗദർശനം നൽകുന്നു. അഥവാ നാം ബൈഅത്തിന്റെ കടമ നിറവേറ്റണമെന്നുണ്ട് എങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായികളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. നാം ബൈഅത്തിന് ശേഷം എപ്രകാരമായിരിക്കണം, എന്തായി തീരണം, ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആചാരപരമായ ബൈഅത്ത് ഒരു പ്രയോജനം ചെയ്യുകയില്ല. അത്തരം ബൈഅത്തിൽ ഭാഗവാക്കാവുക എന്നത് പ്രയാസകരമാണ്. അതായത് ആ കാര്യങ്ങളും ആ അനുഗ്രഹങ്ങളും ഭാഗവാക്കാവുക എന്നത് ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം വെച്ചിട്ടുള്ളത്. പറയുന്നു, അപ്പോഴാണ് അതിൽ ഭാഗവാക്കാകുന്നവരായി തീരുക. തന്റെ അസ്തിത്വത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി അവനോടൊപ്പം ആയിത്തീരുക. മുനാഫിക്കീങ്ങൾക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സത്യസന്ധമായ ബന്ധമില്ലാത്തത് കാരണം അവസാനം അവിശ്വാസികളായി മാറി. അവർക്ക് സത്യമായ സ്നേഹവും ഇഖ്ലാസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ നിലയിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്കൊരു പ്രയോജനവും ചെയ്തില്ല. അതുകൊണ്ട് ഈ ബന്ധത്തെ വർദ്ധിപ്പിക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എത്രത്തോളം സാധ്യമാണോ ആ മനുഷ്യന്റെ, അതായത് മാർഗദർശകന്റെ അതേ വർണ്ണം സ്വായത്തമാക്കുക, വിശ്വാസത്തിലും രീതിയിലും. ആരെയാണോ വിശ്വസിച്ചത്, ഏതുപോലെയാണോ അദ്ദേഹം അതുപോലെ സ്വയം ആയിത്തീരുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. പറയുന്നു, ആയുസ്സിനെ വിശ്വസിക്കാൻ സാധ്യമല്ല. പെട്ടെന്ന് തന്നെ തഖ്വയിലേക്കും ഇബാദത്തിലേക്കും കുനിയേണ്ടതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കണക്കെടുക്കുക. ഞാൻ എപ്രകാരമാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്. അള്ളാഹു പുതുതായി വരുന്നവരെയും ഈമാനിലും ദൃഢവിശ്വാസത്തിലും വർദ്ധിപ്പിക്കുമാറാകട്ടെ. വിശ്വാസപരവും കർമ്മപരവുമായ നിലയിൽ അവർ പുരോഗതി കൈവരിക്കുന്നവരായി തീരട്ടെ. ഈമാന്റെ കനൽ അവരുടെ ഹൃദയത്തിൽ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അള്ളാഹു ജ്വലിപ്പിച്ചിരിക്കുന്നത് അവർ അതിൽ കൂടുതൽ മുന്നോട്ടു പോകുന്നവരായി തീരട്ടെ. ശൈത്താൻ ഒരിക്കലും അവരെ പ്രകോപിപ്പിക്കുന്നതായി തീരാതിരിക്കട്ടെ. അള്ളാഹു എല്ലായ്പ്പോഴും അവർക്ക് സ്ഥിരചിത്തതയും നൽകുമാറാകട്ടെ. നമ്മൾ പഴയവരും ജന്മനാ അഹമ്മദികളായിട്ടുള്ളവരും നമ്മൾക്കും അള്ളാഹു നമ്മുടെ ഈമാനിൽ എല്ലായ്പ്പോഴും വർധനവ് നൽകട്ടെ. എല്ലായ്പ്പോഴും
അതിൽ തെളിച്ചവും ഉണ്ടാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വർധനവുണ്ടാക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരിക്കലും ഒരാളും പുതുതായി വരുന്ന ഒരാളുടെയും വഴിതെറ്റലിന് കാരണമാകാതിരിക്കട്ടെ. എപ്പോഴും ലോകത്തിന് നേർമാർഗം കാണിക്കുന്നവരായി തീരട്ടെ. ഞങ്ങൾ പഴയ അഹമ്മദികളാണ് എന്ന കാര്യങ്ങളിൽ മാത്രം സന്തോഷിക്കുന്നവരാകാൻ പാടില്ല. മറിച്ച് ബൈഅത്തിന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരട്ടെ. ഭൗതിക വസ്തുക്കൾ നമ്മുടെ ലക്ഷ്യമാകാതിരിക്കട്ടെ. മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ ലക്ഷ്യമായി തീരട്ടെ. നാം എത്രയും പെട്ടെന്ന് യഥാർത്ഥ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുന്നത് കാണുന്നവരായി തീരട്ടെ. നമുക്ക് ലോകത്ത് പറയാൻ സാധിക്കണം, നിങ്ങൾ ഏതൊന്നാണോ ലോകത്തിന്റെ നാശത്തിനുള്ള കാരണമായി മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.